മണികണ്ഠൻ്റെ ഏറ്റവും പുതിയ പടം കുടുംബസ്ഥൻ കണ്ടു. അത് റീസെൻ്റ്ലി തിയേറ്ററിൽ റിലീസ് ചെയ്ത് ഇപ്പോൾ ഇത് C5 അവൈലബിൾ ആണ്. എനിക്ക് തിയേറ്ററിൽ നിന്ന് കാണാൻ പറ്റിയിരുന്നില്ല. OTT-ലുണ്ട് ഇപ്പോൾ ഈ പടം. നല്ല കിടിലൻ പടമാണ്. ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ തമിഴിൽ നിന്ന് ഇറങ്ങിയ വളരെ മികച്ചൊരു പടം എന്ന് പറയാം. കാരണം ഇതൊരു കോമഡി ഡ്രാമയാണ്. പക്ഷെ ഒരു നോർമൽ ഫീൽ ഗുഡ് ഒരു ഫാമിലി കോമഡി ഡ്രാമ എന്ന രീതിയിലല്ലാതെ ഇതിൻ്റെ ഒരു മേക്കിംഗ് പാറ്റേൺ ഉണ്ട്, ഇതിൻ്റെ ഒരു എഡിറ്റിംഗ് സ്റ്റൈലുണ്ട്. അതാണ് സിനിമ എനിക്ക് ഭയങ്കരധികം ഹുക്ക് ചെയ്യിപ്പിച്ചത്. ആദ്യത്തെ ഒരു 1-2 ഷോട്ടിൽ തന്നെ നമ്മൾ ശ്രദ്ധയപ്പെടും. പിന്നീട് അങ്ങോട്ട് ഞാൻ ഈ സിനിമ മെയിനായിട്ട് അപ്പാർട്ട് ഫ്രം ഇതിൻ്റെ ബാക്കിയുള്ള ഇമോഷണൽ സൈഡിനേക്കാൾ കൂടുതൽ ഇതിൻ്റെ ടെക്നിക്കൽ സൈഡിലാണ് പ്രത്യേകിച്ച് എൻ്റെ ശ്രദ്ധ മൊത്തം പോയത്. അതുകൊണ്ട് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്താണ് ഈ പടം കണ്ടത്. അതിൻ്റെ ആ ഒരു മേക്കിങ്ങിൽ ആ ഒരു ബ്രില്യൻസ് ഉണ്ടല്ലോ, ഒരു ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യത്തിലടക്കം ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് ഇതിൻ്റെ കഥ പോകുമ്പോഴും ഇതിൻ്റെ ആ ഒരു മേക്കിംഗ് മുഴുവൻ പോകുമ്പോഴും എഡിറ്റിങ്ങിൽ പിടിച്ചിട്ടുള്ള കുറേ പരിപാടിയുണ്ട് ഈ പടത്തിൽ. അത് നന്നായിട്ട് വർക്കായിട്ടുണ്ട്. അപ്പോൾ ഈ പടം ഒന്ന് കണ്ടിട്ടില്ലാത്തതുകൊണ്ടെങ്കിൽ കാണുമ്പോൾ ഈ കാര്യം ഒന്ന് ശ്രദ്ധിച്ച് കണ്ടുവെക്കാം. ഇവർ എവിടെയൊക്കെയാണ് ഓരോ കട്ട്സ് കൊണ്ടുവച്ചിട്ടുള്ളത്, ഓരോ സൗണ്ട് മിക്സിങ്ങിലും ഓരോ പാറ്റേൺ, ഒരു സീന് മറ്റൊരു സീനുമായിട്ട് എങ്ങനെ ലിങ്ക് ചെയ്ത് പോകുന്നുള്ളതിന് ഭയങ്കര ഒരു പെർഫെക്റ്റ് എക്സാമ്പിളാണ് ഈ ഒരു പടമായിട്ട് എനിക്ക് തോന്നുന്നത്. ഞാൻ അപ്പാർട്ട് ഫ്രം ഇതിന് ഈ ഒരു എഡിറ്റിംഗ് സൈഡ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ടെക്നിക്കൽ സൈഡ് വശം മാറ്റി നിർത്തിയാൽ ഈ സിനിമ ചർച്ച ചെയ്യുന്ന ഒരു മിഡിൽ ക്ലാസ് പയ്യൻ്റെ അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരൻ്റെ ഒരു ലൈഫിലെ സ്ട്രഗിൾസാണ് സിനിമ കാണിച്ചു തരുന്നത്. കുടുംബസ്ഥനായിട്ട് വീട്ടിലെ ബ്രെഡ് വിന്നറാണ് ആള്. അപ്പോൾ ആ ഒരാൾക്ക് ഉണ്ടാവുന്ന അല്ലെങ്കിൽ നോർമലി ഉള്ള ഒരു മിഡിൽ ക്ലാസ് ചെറുപ്പക്കാരന് ഉണ്ടാവുന്ന സ്ട്രഗിൾസ് ഒക്കെ തന്നെയാണ് സിനിമ ചർച്ച ചെയ്തത്. അതുകൊണ്ട് ഭയങ്കര നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സിറ്റുവേഷൻസ് സിനിമയിൽ അങ്ങിങ്ങായിട്ട് വന്നു പോകുന്നുണ്ട്. പക്ഷെ ഇതിനൊക്കെ തന്നെ കോമഡിയിൽ ഫീൽഡ് ചെയ്ത് അല്ലെങ്കിൽ അതിനെ കവർ ചെയ്തിട്ടാണ് സിനിമ നമുക്ക് പ്രസന്റ് ചെയ്യുന്നത്. ഇതല്ലെങ്കിൽ ഈ ഒരു പ്രസന്റേഷൻ രീതി അല്ലെങ്കിൽ ഭയങ്കര ഇമോഷണലി ഭയങ്കര നമ്മളെ കരയിപ്പിക്കുന്ന അല്ലെങ്കിൽ ഭയങ്കര സെന്റിമെന്റൽ ആയിട്ടുള്ള ഒരു പടമായിട്ട് മാറുകയായിരുന്നു സിനിമ. പക്ഷെ അങ്ങനെ നമുക്ക് ശരിക്കും ആക്ച്വലി ഒരാൾ ഇരുന്ന് കരയേണ്ട സിറ്റുവേഷൻ അടക്കം എത്രത്തോളം അതിനെ ഹിലാരിയസ് ആക്കി മാറ്റാൻ പറ്റും അതിൻ്റെ ആ ഒരു എക്സ്ട്രീമിൽ തന്നെ കൊണ്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. സോ ഇതിൻ്റെ സ്റ്റോറി ടെല്ലിംഗ് വിധം നല്ല രസമാണ്, നല്ല എൻജോയ് ചെയ്തിട്ട് നമുക്ക് ഈ പടം കാണാൻ പറ്റും. ആൻഡ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് ക്യാരക്ടേഴ്സ് സിനിമയിൽ അങ്ങേയായിട്ട് വന്നു പോകുന്നുണ്ട്. ഇവരെ ചുറ്റിപ്പറ്റിയിട്ടാണ് ഈ ഒരു പടം മൊത്തം തുടക്കം മുതൽ അവസാനം വരെ കാണിക്കുന്ന ക്യാരക്ടേഴ്സ് ഒന്നും തന്നെ മിസ്സാവുന്നില്ല. ആദ്യ ഒരു 5 മിനിറ്റിൽ കാണിച്ച ക്യാരക്ടേഴ്സ് വെച്ച് തന്നെയാണ് ഈ സിനിമ 5 മിനിറ്റിൽ അവസാനിപ്പിക്കുന്നത്. സോ ആ ഒരു ക്യാരക്ടർ ആർക്കോ അല്ലെങ്കിൽ ക്യാരക്ടർ കെമിസ്ട്രി അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ഈ ക്യാരക്ടേഴ്സ് ത്രൂ ഔട്ട് വന്ന് അവരുടെ ആ ഒരു മാനറിസം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പിടിച്ചിട്ട് ആ ഒരു സ്കെച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു പ്രോപ്പറായിട്ട് ഇന്ന ക്യാരക്ടർ ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ സ്കെച്ച് ചെയ്ത് വെച്ച് അത് നമുക്ക് രജിസ്റ്റർ ചെയ്ത് അവരിലൂടെ കഥ പറഞ്ഞു പോകുന്ന നല്ല രസകരമായിട്ടുള്ളൊരു പടമാണ്. ആൻഡ് ഞാനീ പറഞ്ഞ പോലെ അപ്പാർട്ട് ഫ്രം എവറിത്തിങ് ഇതിൻ്റെ ആ ഒരു ഇമോഷണൽ കണക്ഷനോ അല്ലെങ്കിൽ ഇതിലെ ആ ഒരു ആക്ടിങ് സ്കില്ലോ ഒക്കെ തന്നെ മാറ്റി വെച്ച് ഇതിൻ്റെ ആ ഒരു മേക്കിംഗ് പാറ്റേൺ ശ്രദ്ധയെപ്പിടിച്ച് കണ്ടുവെക്കുക. തീർച്ചയായിട്ടും ഈ സിനിമ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെ ഫീൽ ചെയ്യും. എനിക്ക് ആ ഒരു പാറ്റേൺ ഇനീഷ്യലി അതിൻ്റെ ആ ഒരു ഈ കട്ട്സും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വരുന്നത് കാണുമ്പോൾ തന്നെ നല്ല രസമുണ്ടല്ലോ. ഇത് വേറെ ലെവലിലേക്ക് മാറ്റേണ്ട പരിപാടിയൊന്നുമല്ല. ജസ്റ്റ് വളരെ പ്ലെയിൻ ആയിട്ട് വളരെ റിയലിസ്റ്റിക് ആണ് സിനിമയുടെ എല്ലാം ചെയ്തിട്ടുള്ളൂ. സിനിമാറ്റോഗ്രഫിയും ഇതിൻ്റെ ബാക്കിയുള്ള സൗണ്ട് മിക്സിങ്ങും അങ്ങനത്തെ നോർമലി നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളല്ലാതെ ഒന്നുമില്ല സിനിമയിൽ. അതിൽ എത്രത്തോളം പുതുമ കൊണ്ടുവരാൻ പറ്റും, അതിൽ എത്രത്തോളം ക്രിയേറ്റീവായിട്ട് ഒന്ന് റിസർച്ച് ചെയ്ത് ഒന്ന് ഇരുന്ന് പണിയെടുക്കാൻ പറ്റുന്നുള്ളൂ. ഇപ്പോൾ നമ്മുടെ തല്ലുമാലയിലൊക്കെ കുറേ ട്രാൻസിഷൻസും കുറേ കാര്യങ്ങളൊക്കെയാണ്, കിഡിലെ സാധനമാണ്. ആ പടത്തിലെ ഏറ്റവും ഹൈലൈറ്റ് തന്നെ അതിൻ്റെ ഒരു എഡിറ്റിംഗ് ആണ്. അതേപോലെ തന്നെ അത്രയും ഈ പറഞ്ഞ പോലെ ഒരു ആക്ഷൻ പാക്ഡ് പടമൊന്നുമല്ല. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള വളരെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ടെല്ലിംഗ് ഉള്ളൊരു പടമാണ്. പക്ഷേ ഒരു നോർമൽ ഫീൽ ഗുഡ് മൂവി ആവേണ്ട ഒരു സാധനത്തിൻ്റെ എഡിറ്റിംഗ് വെച്ച് ഒരു വേറെ ലെവലിലേക്ക് ഒരു പ്രോ ലെവലിലേക്ക് മാറ്റിയിട്ടുള്ള ഒരു പടം. ഇത് ആക്ച്വലി എൻ്റെ ഓർമ്മയിൽ തമിഴ്നാട്ടിലൊക്കെ നേരത്തെ ഇറങ്ങി പിന്നീട് നല്ല റിസപ്ഷൻ കിട്ടിയിട്ടാണ് ഇപ്പം മെല്ലെ കേരളത്തിലേക്ക് റിലീസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്ക് ഇത് OTT വന്നു. സോ തിയേറ്ററിൽ നിന്ന് കാണാൻ പറ്റാത്തവരുണ്ടെങ്കിൽ എന്നെ പോലെ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മിസ്സാവാതെ OTT-ൽ കണ്ടുവെക്കുക. ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു അടിപൊളി പടമാണ് കുടുംബസ്ഥൻ. തീർച്ചയായിട്ടും കണ്ടുവെക്കുക. കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. മറ്റൊരു വീണ്ടും കാണാം. നന്ദി.